പ്രത്യേക പാർലമെന്റ് സമ്മേളനത്തിന് സാധ്യതയില്ല എന്ന് വ്യക്തമാകുന്നു. ജൂലൈയിൽ നടക്കുന്ന വർഷകാല സമ്മേളനത്തിൽ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് പ്രതിരോധ മന്ത്രി പ്രസ്താവന നടത്താനാണ് ചാൻസ്. പാർലമെന്റ് സമ്മേളനം വേണമെന്ന് ശക്തമായി ആവശ്യപ്പെടാൻ ഇന്ത്യ സഖ്യത്തിലെ എംപിമാർ അല്പസമയത്തിനകം യോഗം ചേരുകയും ചെയ്യും. അനൂപ് ദാസ് വിവരങ്ങളുമായി ചേരുകയാണ്. അനൂപ്, ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട വാർത്തകൾ വലിയ തോതിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പാർലമെന്റ് സമ്മേളനം വിളിക്കണമെന്നത് പ്രതിപക്ഷ നിരയുടെ ആവശ്യമായിരുന്നു. അത് കഴിയുന്നു. അതിനുശേഷം ലോകത്തെ ഈ നിലപാടുകൾ ബോധ്യപ്പെടുത്താൻ വേണ്ടി പ്രത്യേക സംഘങ്ങൾ പോകുന്നു. അതിൽ ആദ്യത്തെ സംഘം ഇന്ന് മടങ്ങിയെത്തും. ഇനിയും പാർലമെന്റ് വിളിച്ച് ഈ വിഷയം ചർച്ചയില്ല എങ്കിൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് വലിയ പ്രതിഷേധത്തിന് തന്നെയാണ് സാധ്യത. അങ്ങനെ ഒരു സാധ്യതയുണ്ട്. ഇന്നിപ്പോൾ പ്രതിപക്ഷത്തു നിന്നുള്ള എംപിമാർ, ഇന്ത്യ സഖ്യത്തിലെ എംപിമാർ യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബിൽ. 12:30 അവർ മാധ്യമങ്ങളെ കണ്ട് 200-ലധികം എംപിമാർ ഒപ്പിട്ട ഒരു കത്ത് പുറത്തുവിടുകയും ചെയ്യും. ആ കത്ത് പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കും. പ്രത്യേക പാർലമെന്റ് സമ്മേളനം ആവശ്യപ്പെട്ടുകൊണ്ടാണ് കത്തിലെ എഴുത്തെല്ലാം. എന്തായാലും ഇപ്പോൾ പ്രതിപക്ഷം പറയുന്ന കാര്യം, വിദേശത്ത് പോയി വിദേശ രാജ്യങ്ങളോട് പോലും ഓപ്പറേഷൻ സിന്ദൂർ എന്താണ് സംഭവിച്ചത് എന്ന് ഇന്ത്യ വിശദീകരിക്കുന്നു. പക്ഷേ രാജ്യത്ത് നിന്ന് ജനങ്ങൾ തെരഞ്ഞെടുത്തയച്ച എംപിമാരോട് ആ കാര്യങ്ങൾ കൃത്യമായി പറയാനുള്ള ബാധ്യത സർക്കാരിനില്ലേ എന്നാണ് ചോദ്യം. എന്തായാലും ഈ ആവശ്യം ശക്തമായി പ്രതിപക്ഷം ഉന്നയിക്കുമ്പോഴും ഇപ്പോൾ അങ്ങനെ ഒരു പ്രത്യേക പാർലമെന്റ് സമ്മേളനം വേണ്ട. ജൂലൈ മാസത്തിലെ വർഷകാല സമ്മേളനത്തിൽ പ്രതിരോധ മന്ത്രി ഒരു പ്രസ്താവന നടത്തിയാൽ മതിയാകുമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട് എന്നറിയുന്നു.